ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റർ ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പോൾ എല്ലാവരും കേറ്റിൻ്റെ പഠനത്തിൻ്റെ ചൂടിലായിരിക്കും. അപ്പോൾ നമുക്കറിയാം കറക്റ്റ് ഇനി ഒരു മാസം തികച്ച് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ 21, 23 എക്സാം അല്ലേ, ഫെബ്രുവരി. അപ്പോൾ എല്ലാവരുടെയും പഠനമൊക്കെ എവിടം വരെയായി എന്നൊന്ന് അറിയാനായിട്ട് വളരെയധികം ആകാംക്ഷയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ സൈക്കോളജി എവിടം വരെയായി പഠനം എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിന്ന് സൈക്കോളജിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ പഠിക്കാനുണ്ട്. അതായത് ആ ഒരു പോർഷൻ്റെ പേരെന്ന് പറയുന്നത് നമുക്കറിയാം എറിക്സൺ സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. നമ്മൾ ഡെവലപ്മെൻറ്റൽ തിയറീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കേണ്ട ഒരു സൈക്കോളജിസ്റ്റാണ് എറിക്സൺ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 8ഓളം ആ ഒരു സ്റ്റേജസ് അല്ലെങ്കിൽ ഒരു ക്രൈസിസിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കും. ഇത് സ്ഥിരം K1-നായാലും K2-നായാലും K4-നായാലും യാതൊരു മാറ്റമില്ലാതെ സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോൾ പലർക്കും അറിയാം അല്ലെങ്കിൽ ഈ 8 സ്റ്റേജും പഠിച്ചു വയ്ക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ആ ഒരു പേര് ഓർത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ നെക്സ്റ്റ് തിങ് പറയുന്നത് അതിൻ്റെ ആ ഒരു ഇയർ ഓർത്ത് വയ്ക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു കഥ അല്ലെങ്കിൽ ഒരു കോഡ് പോലുള്ളൊരു കഥയിലൂടെ നമുക്കത് ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജസും എങ്ങനെയാണ് എന്ന് നമുക്ക് പറഞ്ഞിട്ട് നമുക്കതിൻ്റെ കോഡ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിനെ നമുക്ക് പഠിക്കാം. വിശ്വാസം വേഴ്സസ് അവിശ്വാസം, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ജനനം മുതൽ 1.5 വയസ്സ് വരെയാണ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കണം. കാരണം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ, അതായത് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിൽ ആദ്യത്തെ സ്റ്റേജ് ഇതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കണം. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ജനനം മുതൽ 1.5 വയസ്സ് വരെ. ഇനി എന്താ ഇതിന്റെ പ്രത്യേകത? അതായത് ആദ്യ കാലഘട്ടത്തിൽ കുട്ടികൾ അനുഭവത്തിൽ നിന്നാണ് കുട്ടികൾക്ക് ലോകത്തിന്റെ ആ ഒരു വിശ്വാസത്തെ പറ്റിയുള്ള ആദ്യ ധാരണ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ അമ്മ തന്നെ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞ് സുഗമമായിട്ട് കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. കരയുമ്പോൾ അമ്മ വരുന്നു, പാല് കൊടുക്കുന്നു, അല്ലെ, ഉറക്കം വരുമ്പോൾ താരാട്ട് പാടി ഉറക്കുന്നു. അപ്പൊ കുട്ടികളിൽ എന്താണ്, ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു വിശ്വാസം അവിടെ ഉടലെടുക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്നേഹം, പരിചരണം ഇതൊക്കെ ആ കുട്ടിക്ക് ലഭിക്കുകയാണ് അല്ലെ. അപ്പൊ ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് മിസ്ട്രസ്റ്റ്, ഇതൊന്നും ഇല്ലാത്ത കുട്ടിയാണെങ്കിലോ അങ്ങനെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു അവിശ്വാസിയായിട്ടുള്ള ഒരു കുട്ടിയായിട്ട് അവിടെ വളർന്നു വരും. ഇനി അതാണ് വിശ്വാസം വേഴ്സസ് അവിശ്വാസം. നിങ്ങളിത് പഠിക്കുമ്പോൾ 2 കുട്ടികളെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഒന്ന് നെഗറ്റീവ് സൈഡും ഒന്ന് പോസിറ്റീവ് സൈഡും ഒന്ന് നെഗറ്റീവ് സൈഡിലുള്ള ഒരു കുട്ടികളെ. അപ്പോൾ ഈ എല്ലാ കുട്ടികളും അല്ലെങ്കിൽ ഒരു ജീവിത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നാണ് പറയുന്നത് അല്ലെ. എല്ലാ കുട്ടികളും ഒരു ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു എന്നാണ് എറിക്സൺ പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് ആണ് വിശ്വാസം വേഴ്സസ് അവിശ്വാസം, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ഇനി ദെൻ നെക്സ്റ്റ് സ്വാശ്രയത്വം വേഴ്സസ് ജാള്യതയും സംശയം, ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. 1.5 മുതൽ 3 വയസ്സ് വരെയാണ്. ഇവിടെ എന്താ നടക്കുന്നത്? അതായത് തന്നെ നിയന്ത്രിക്കാനുള്ള കഴിവ് ആദ്യമായി പരീക്ഷിക്കപ്പെടുന്നത് ഈ കാലഘട്ടത്തിലാണ്. അതായത് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ, അതായത് മലവിസർജനത്തിന് നിയന്ത്രണങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു നിയന്ത്രിക്കാനായിട്ടുള്ള ആ ഒരു കഴിവ് പരീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൽ പരാജയപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്ന വികാരമാണ് നമുക്ക് ഈ ജാള്യത എന്ന് പറയുന്നത്, ഷെയിം എന്ന് പറയുന്നത്. ഇനി തൻ്റെ ദൗർബല്യങ്ങൾ അല്ലെ, ആ കുട്ടികൾക്ക് ഓരോ ദൗർബല്യങ്ങൾ ഉണ്ടാകും, മറ്റുള്ളവർ അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഈ കാണുന്നത്. ഇനി അതായത് അടക്കി നിർത്തൽ, സ്വന്തമാക്കി വയ്ക്കൽ, വിട്ടുകൊടുക്കൽ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ മനസ്സില്ലായ്മ എന്നീ ശീലങ്ങൾ ഒരു വശത്ത്, അതായത് ഹോൾഡിംഗ് ഓൺ എന്ന് പറയും. ഇനി കളയൽ, കൊടുക്കൽ, ഉദാരത, ധാരാളിത്തം, ധൂർത്ത്, ലെറ്റിംഗ് ഗോ എന്നീ ശീലങ്ങൾ മറുവശത്തുമായിട്ട് പലതരത്തിലുള്ള ആ ഒരു പരീക്ഷണങ്ങളും കുട്ടി മുതിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇത് ഓർത്ത് വയ്ക്കുക, പലതരത്തിലുള്ള പരീക്ഷണങ്ങളിൽ കുട്ടി മുതിരുന്ന ഒരു കാലഘട്ടം. അതാണ് സ്വാശ്രയത്വം വേഴ്സസ് ജാള്യത, ജാള്യതയും സംശയം, ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്നത്. ഇനി ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മുൻകൈയെടുക്കൽ വേഴ്സസ് കുറ്റബോധം, ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്ന് പറയും. 3 മുതൽ 6 വയസ്സ് വരെ. ഇവിടെ ഓർത്ത് വയ്ക്കണം, പ്രീ പ്രൈമറി കാലഘട്ടം ഏതെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ പ്രീ പ്രൈമറി അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പ്രീ പ്രൈമറി കാലഘട്ടം, അതായത് എറിക്സന്റെ ഒരു സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിൽ കുട്ടികൾ പ്രീ പ്രൈമറി കാലഘട്ടത്തിൽ ഏത് പ്രതിസന്ധിയാണ് നേരിടുന്നത് എന്ന് ചോദിക്കാം. അതായത് 3 മുതൽ 6 വയസ്സ് വരെയാണ് പ്രീ പ്രൈമറി കാലഘട്ടം അല്ലെ. അപ്പൊ അത് ഏത് പ്രതിസന്ധിയാണ്? മുൻകൈ എടുക്കൽ വേഴ്സസ് കുറ്റബോധം, ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്ന് പറയും. ഇവിടെ എന്തൊക്കെയാണ് കുട്ടികൾ ക്രൈസിസ് ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എന്തൊക്കെയാണ് നടക്കുന്നത്? ശാരീരികവും ബുദ്ധിപരവും ഭാഷാപരവുമായിട്ട് കുട്ടികൾക്ക് വികസനം സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. അപ്പൊ ഈ പ്രായം ഓർത്താൽ മതി, 3 മുതൽ 6 വയസ്സ് വരെ എന്നുള്ള പ്രായം ഓർത്താൽ മതി. അപ്പൊ ഇതോടുകൂടി അല്ലെങ്കിൽ ഈ കുട്ടി ഭാഷാപരമായിട്ടുള്ള ഒരു വികസനം, സ്വന്തമായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങും. അതുകൂടാതെ പലതും സ്വന്തമായിട്ട്
അല്ലെ? കുട്ടികൾ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങും. അതായത് അമ്മയുടെ അച്ഛൻ്റെയോ സഹായമില്ലാതെ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങി കൂടുതൽ ഒരു ഉഷാറാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ കുറേയൊക്കെ സാഹസികമായി അത്രയൊന്നും ഉറപ്പില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കുട്ടി ചെയ്യാറായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ കുട്ടികൾ മുൻകൈ എടുക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണം? അതിനെ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ട് കൊടുക്കണം. ഇനി ഈ ഘട്ടത്തിൽ വ്യക്തിത്വത്തിന്റെ സദാചാരത്തിൻ്റെതായിട്ടുള്ള ഒരു തലം, അതായത് ഒരു സാൻമാർഗികമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായി കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ സ്വയം പ്രാപ്തിക്ക് ഇതുപോലെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ സഹായമില്ല അല്ലെങ്കിൽ ലഭിക്കാതിരുന്ന കുട്ടി ഒരു കുറ്റബോധത്തിലായിരിക്കും കുട്ടി വളർന്നു വരിക. ഞാനിതൊക്കെ ചെയ്താൽ ശരിയാകുമോ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ ശരിയാകുമോ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ശരിയാകുമോ എന്നായിരിക്കും അവൻ നെഗറ്റീവ് സൈഡുള്ള ആ ഒരു കുട്ടി, അതായത് കുറ്റബോധത്തോടു കൂടിയായിരിക്കും ആ കുട്ടി വളർന്നു വരുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്ന് പറയുന്നത് 3 മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. മുൻകൈ എടുക്കൽ, കുറ്റബോധം. ഈ കാലഘട്ടത്തിൽ ആ പോസിറ്റീവ് അല്ലെങ്കിൽ ആ ഒരു മുൻകൈ എടുക്കലിൽ എന്താണ് വരുന്നത്? ആ കുട്ടി പോസിറ്റീവ് സ്റ്റേജുള്ള കുട്ടി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കുട്ടി എല്ലാ കാര്യങ്ങളും കൂടുതൽ ഉഷാറായി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? അപ്പം അതിനെന്ത് ചെയ്യണം? അമ്മയോ അച്ഛനോ അതിനെ എന്ത് ചെയ്യണം? എൻകറേജ് ചെയ്യണം, സഹായിക്കണം. ഇനി അതല്ല, നെഗറ്റീവ് സൈഡ് സ്വയം പ്രാപ്തിക്ക് അവസരം ലഭിക്കാതിരുന്നാൽ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? നെഗറ്റീവ് ഷെയ്ഡുള്ള കുട്ടി ഒരു കുറ്റബോധത്തിലായിരിക്കും പോകുക. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത, അതായത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂരിറ്റി. 6 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടം. അതായത് മുതിർന്നവരുടെ ലോകത്ത് നിന്നും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? സമപ്രായക്കാരുടെ ലോകത്തേക്ക് എത്തുന്നു. അതായത് എന്താണ്? സ്കൂൾ കാലഘട്ടമാണ്. ഈ 6 മുതൽ 12 വയസ്സ് വരെ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അതായത് പ്രീ സ്കൂൾ കാലഘട്ടത്തിൽ നിന്ന് കുട്ടികൾ എന്താണ്? സ്കൂൾ കാലഘട്ടത്തിൽ, അതായത് സമപ്രായക്കാരുടെ അല്ലെങ്കിൽ ഒരു ഗ്യാങ് ഒക്കെ ആയിട്ട് കൂടിച്ചേരുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ? അപ്പോൾ സമപ്രായക്കാരുടെ ലോകത്തിലേക്ക് അവിടെ എത്തുന്നു. ഇനി അതുകൂടാതെ ഈ ഘട്ടത്തിൽ വെച്ചിട്ടാണ് സ്കൂൾ കുട്ടിയുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് അവിടെ മാറുന്നത്. അല്ലെങ്കിൽ കുട്ടി ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ കുടുംബത്തിനോടൊപ്പം തന്നെ സ്കൂൾ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാണെന്ന് കുട്ടി അവിടെ തിരിച്ചറിയുന്നു. അപ്പൊ മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടുന്നു അല്ലെ? അതായത് ആ കുട്ടിയുടെ സൊസൈറ്റി കുറച്ചുകൂടി എന്ത് ചെയ്യാണ്? വലുതാവാണ്. കൂട്ടുകാർ, അച്ഛൻ, അമ്മ അല്ലെങ്കിൽ അനിയൻ, ചേട്ടൻ എന്ന അത്രയും കാലത്തെ ആ ഒരു സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ അത്രയും കാലത്തെ ഒരു ബന്ധത്തിൽ നിന്ന് കുട്ടികളുടെ ബന്ധം കുറച്ചുകൂടി ലാർജ് ആവാണ്. കൂട്ടുകാർ അല്ലെ? എൻ്റെ തൊട്ടടുത്ത ക്ലാസ്സിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ എൻ്റെ ബസ്സിലിരിക്കുന്ന കുട്ടികൾ എന്നുള്ള ആ ഒരു മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടാനും സഹകരണ മനോഭാവത്തോടെ പ്രവർത്തിക്കാനും അവരുടെ അംഗീകാരം നേടിയെടുക്കാനും കഴിഞ്ഞിരിക്കണം. ഇനി അതല്ലാത്ത കുട്ടിയാണെങ്കിലോ? അല്ലാത്ത കുട്ടി ഒരു കുറ്റബോധത്തോടു കൂടി ആ ഒരു 3rd സ്റ്റേജിലൊക്കെ വളർന്നു വരുന്ന കുട്ടി ഒരു അപകർഷതാബോധത്തോടു കൂടിയായിരിക്കും. ഇങ്ങനെ ഉൾവലിഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും. അതായത് ആരോടും മിണ്ടാതെ, സ്കൂളിലായാലും കൂട്ടുകൂടാതെ ഒക്കെയുള്ള ഒരു ടൈപ്പ് ഓഫ് കുട്ടിയായിരിക്കും. അവിടെ ഒരു അപകർഷതാബോധം, ഒരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സോട് കൂടി വളർന്നു വരുന്ന കുട്ടിയായിരിക്കും. അപ്പോൾ ആദ്യമേ തൊട്ടേ ആ കുട്ടിക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല അല്ലേ? അതായത് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം, സഹകരണം ഇതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ കുട്ടി ഒരു അപകർഷതാബോധത്തോടു കൂടിയായിരിക്കും പിന്നീടുള്ള സ്റ്റേജുകളിലൊക്കെ, അല്ലെങ്കിൽ ഈ 4th സ്റ്റേജിൽ 6 മുതൽ 12 വയസ്സുള്ള കുട്ടികൾ ഈ സ്റ്റേജിലായിരിക്കും നെഗറ്റീവ് ഷെയ്ഡുള്ള കുട്ടികൾ വളർന്നു വരുന്നത്. ഇനി നെക്സ്റ്റ്, അപ്പോൾ നമുക്കറിയാം ഇതിലൊക്കെ പരാജയപ്പെടുന്നു അല്ലേ? അപ്പോൾ ആ നെഗറ്റീവ് ഷെയ്ഡുള്ള കുട്ടി എന്ന് പറയുമ്പോൾ ഇതിലൊക്കെ പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ഭാവമാണ് അപകർഷത. അപ്പോൾ ആ ആദ്യമേ തൊട്ടേ ഒരു നെഗറ്റിവിറ്റിയിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇതിലൊക്കെ പരാജയമായിരിക്കും. സ്കൂളിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കാം? ഇതുപോലുള്ള കുട്ടികളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളോട് സംസാരിക്കാൻ, കൂട്ടുകൂടാനൊക്കെ കുട്ടികൾ പരാജയപ്പെടും. അപ്പോൾ അത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷമാണ് അപകർഷത എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ പോസിറ്റീവ് ഷെയ്ഡ് ആകുമ്പോൾ ഉണർവ്, ആത്മവിശ്വാസം, ഇതൊക്കെ പ്രതീക്ഷ, ഇതൊക്കെ രൂപം കൊള്ളും. നെഗറ്റീവ് ഷെയ്ഡുള്ള കുട്ടിക്ക് അപകർഷതാബോധം, ഇതൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? രൂപം കൊള്ളും. വിദ്യാലയ അന്തരീക്ഷവുമായിട്ട് പൊരുത്തപ്പെടാൻ അല്ലെങ്കിൽ അവരുമായിട്ട് കുട്ടികളുമായിട്ട് ഇടപഴകാനൊക്കെ കുട്ടികൾക്ക് പ്രയാസങ്ങൾ അനുഭവിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഇതിൻ്റെ പ്രായം ഓർത്താൽ അറിയാം, 12 മുതൽ 18 വയസ്സ് വരെ. ഇത് ഏത് സ്റ്റേജാണ്? മൊത്തത്തിൽ നമുക്ക് അഡോളസൻ സ്റ്റേജ് ആണ് അല്ലേ? അപ്പോൾ സ്വബോധം വേഴ്സസ് റോൾ സംശയം, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അത് ഓർത്ത് വയ്ക്കുക. അതായത് കൗമാര കാലഘട്ടം അല്ലേ? കൗമാര കാലഘട്ടത്തിൽ ഒരു പ്രതിസന്ധി കുട്ടികളെ അനുഭവപ്പെടുന്ന ആ കാലഘട്ടത്തിൽ, അതായത് റിക്സന്റെ തിയറിയിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ആയിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ? ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരീരികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരും. ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ മെൻസ്ട്രേഷൻ വരും, ആൺകുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റേതായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പക്വതകൾ വരും അല്ലേ? അപ്പോൾ കുട്ടികൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈംഗികപരമായിട്ടുള്ള പക്വതകളൊക്കെ നേടിയെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതോടെ കുട്ടിക്കാലത്തോട് വിട പറയുകയും
പക്ഷേ എന്താ, മുതിർന്നവരുടെ ലോകത്തേക്ക് എത്തിപ്പെടാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടം, അതിൻ്റെ ഇടയ്ക്കുള്ളൊരു കാലഘട്ടം അല്ലേ. അപ്പോൾ ഇത് ആ ഒരു വ്യക്തി അനുഭവിക്കുന്ന ഒത്തിരി സംശയങ്ങളുണ്ടാവും ആ കാലഘട്ടത്തിൽ. ഞാൻ ആരാണ്, എന്താണ് എൻ്റെ ഐഡൻറ്റിറ്റി, എന്താണ്, അതുകൂടാതെ അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഈ കുട്ടികൾ അവിടെ നേരിടുന്നു. അപ്പോൾ സ്വന്തം ജീവിതത്തിൻ്റെ ഒരർത്ഥം സൃഷ്ടിച്ചെടുക്കുമ്പോൾ തൻ്റെ റോൾ എന്തെന്ന് തിരിച്ചറിയും. ഓക്കെ, ആദ്യമേ പോസിറ്റീവ് ഷെയ്ഡിലുള്ള കുട്ടികൾ എന്ത് ചെയ്യും, തൻ്റെ റോള് എന്താണെന്ന് അവിടെ തിരിച്ചറിയും അല്ലേ, തിരിച്ചറിയും. ഈ പ്രായത്തിൽ തിരിച്ചറിയുകയാണ് വേണ്ടത്. എന്താണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇതിന് കഴിയാതെ വരുമ്പോൾ നെഗറ്റീവ് ഷെയ്ഡുള്ള കുട്ടി, പണ്ടേ അപകർഷതാബോധത്തോടു കൂടിയും കുറ്റബോധത്തോടു കൂടിയൊക്കെ വളർന്നു വരുന്ന കുട്ടി അർത്ഥശൂന്യമായിട്ട് തൻ്റെ ജീവിതം എന്തിനാണ് അല്ലേ, അല്ലെങ്കിൽ തൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്, അല്ലെങ്കിൽ എൻ്റെ റോൾ എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ എന്ത് ചെയ്യും, അനുഭവപ്പെടും. അപ്പോൾ ഈ ലോകത്തെ പറ്റിയും തന്നെ പറ്റി മാത്രമല്ല ഈ ലോകത്തെ പറ്റിയുള്ള സംശയങ്ങൾ എന്ത് ചെയ്യും, ഈ കുട്ടിക്ക് വരും. തൻ്റെ വ്യക്തിത്വത്തെ പറ്റിയൊക്കെ കുട്ടികൾക്ക് എന്താണ് സംശയങ്ങൾ വരും. അതാണ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, നെഗറ്റീവ് ഷെയ്ഡുള്ളത്. ഇനി ദെൻ നെക്സ്റ്റ് ആറാമത്തെയാണ് ആഴത്തിലുള്ള അടുപ്പം വേഴ്സസ് ഒറ്റപ്പെടൽ, ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ എന്ന് പറയും. അപ്പോൾ ഇത് വരുന്നത് 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, കൗമാരത്തിൽ നിന്ന് എന്താണ് ഒരു യൗവനം അല്ലെ, ആ ഒരു യൗവനത്തിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ പ്രായം ഓർത്താൽ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ ഒരു യൗവനത്തിൽ എത്താനുള്ള ആ ഒരു മാനസികമായിട്ടുള്ള ഒരു ഭാവം അല്ലേ, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ സ്വകാര്യതയിലും ലൈംഗികമായ കൂട്ടിച്ചേരൽ, ഉറ്റ സൗഹൃദം, ഹൃദയപൂർവ്വമായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമേ എന്താണ് സ്വയം വെളിപ്പെടുത്താവൂ എന്നാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് നമുക്ക് കുട്ടികളൊന്ന് പക്വതമായിട്ടുള്ള അല്ലെങ്കിൽ പക്വമായിട്ടുള്ള സത്വബോധം ഉണ്ടാക്കി വരുന്നൊരു കാലഘട്ടമാണ് അല്ലേ. ഉണ്ടായി വന്നിട്ടുള്ളവർക്ക് മാത്രമേ തൻ്റെ ശക്തിയും ദൗർബല്യങ്ങളും മറ്റൊരാൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനും മറയില്ലാതെ അടുക്കാനും കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് കുട്ടികൾ ഇവരെന്താണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അടുപ്പം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു കാലഘട്ടമാണ്, ഒരു യൗവന കാലഘട്ടമാണ് അല്ലേ. അതായത് കുട്ടികൾ തൻ്റെ ഗോളൊക്കെ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരിനി നെക്സ്റ്റ് എന്താണ് എന്നറിയേണ്ട ഒരു പ്രൈമറി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഇനി അത് കൂടാതെ ഇവർ വളരെ കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലൊക്കെ പല ആളുകളും എന്താണ് ഒരു ഫാമിലി അല്ലെങ്കിൽ മറ്റുള്ളൊരു കൂട്ട് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ലൈംഗികമായിട്ട് കൂടിച്ചേരൽ അല്ലെങ്കിൽ ഒരു സ്വകാര്യത, അതുകൂടാതെ ഉറ്റ സൗഹൃദങ്ങൾ, ഹൃദയപൂർവ്വമായിട്ടുള്ള അനുഭവങ്ങൾ, ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അതാണ് ആഴത്തിലുള്ള അടുപ്പം എന്ന് പറയുന്നത്. അല്ലാത്തവരാണെങ്കിലോ സ്വയം അവരൊരു ബോളിൻ്റെ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഉള്ളിലായിരിക്കും, കുമിളയുടെ ഉള്ളിലായിരിക്കും, ഒരു ഏകാന്തമായിട്ടുള്ള ഒരു പാതയായിരിക്കും. അതായത് മറ്റുള്ളവരുമായിട്ട് ഒരു ആഴത്തിലുള്ള അടുപ്പമോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഹൃദയപൂർവ്വമായിട്ടുള്ള അനുഭവങ്ങളോ ഒന്നും തന്നെ അവരെന്താണ് സൃഷ്ടിച്ചെടുക്കാനായിട്ട് അവർ സാധിക്കില്ല അല്ലേ, അല്ലെങ്കിൽ അവർ ശ്രമിക്കില്ല. ഏകാന്തമായിട്ടുള്ള ഒരു പാതകൾ സ്വീകരിക്കാൻ അവർ നിർബന്ധപ്പെടുന്നു. നെഗറ്റീവ് ഷെയ്ഡുള്ളത്. അപ്പോൾ പ്രായമോർക്കുക 18 മുതൽ 35 വയസ്സ് വരെയുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. അതായത് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള കാലഘട്ടം അല്ലെ, സൃഷ്ടി വേഴ്സസ് മുരടിപ്പ് എന്ന് പറയും. അപ്പോൾ ഈ പ്രായം അറിയാം, വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി പോസിറ്റീവ് ഷെയ്ഡ് ആദ്യമേ ഉള്ള ഒരു വ്യക്തി തൻ്റെ എന്താണ് അനുഭവങ്ങളും മാനസിക വ്യവസ്ഥയും ഫലമായിട്ട് ഒരു സ്വബോധം അല്ലേ വളർത്തിയെടുക്കുന്നതോടെ കുട്ടിക്കാലവും കൗമാരവും അവസാനിച്ച് ഒരു പക്വത അല്ലേ, പക്വതയുടെ തലത്തിൽ ആ കുട്ടി അവിടെ എത്തിച്ചേരുകയാണ്. അപ്പം ഒരു മധ്യവയസ്സ് അല്ലേ, മധ്യവയസ്സ് എന്ന് പറയാം അല്ലേ, മധ്യവയസ്സ് തൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രാധാന്യം നേടിയെടുക്കുന്നത്. അതായത് കുട്ടികൾ ഫാമിലിയൊക്കെ ആയി, കുട്ടികളൊക്കെ വലുതായി, കുട്ടികളുടെയൊക്കെ പഠനം, അതുകൂടാതെ അവരുടെ മറ്റു കാര്യങ്ങൾ, നിത്യച്ചെലവുകൾ, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ ചിന്തിക്കും. അവരുടെ വിദ്യാഭ്യാസം, കല്യാണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആ ആളവിടെ ചിന്തിക്കും. പോസിറ്റീവ് ഷെയ്ഡുള്ളത് തലമുറയെ സൃഷ്ടിക്കും. ഇനി ദെൻ നെക്സ്റ്റ് വരുമ്പോൾ പോസിറ്റീവ് ഷെയ്ഡ് വരുന്നത് എന്തായിരിക്കാം ദെൻ. അപ്പോൾ പോസിറ്റീവ് ഷെയ്ഡുള്ളത് എന്താണ്, അവരുടെ ആ ഒരു അറിവുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നു അല്ലേ. ഞാനിങ്ങനെയായിരുന്നു അല്ലേ, ഞാൻ പണ്ട് ഇതന്നെ കാര്യങ്ങളാണ് പഠിച്ചത് എന്നൊക്കെ തൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ തൻ്റെ അറിവുകൾ മക്കൾക്കൊക്കെ പകർന്നു കൊടുക്കും അല്ലേ. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മുടെ കുട്ടികളോട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപദേശിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അവരെ ഗൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ തൻ്റെ അറിവുകൾ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നു, പുതിയ അറിവ് സൃഷ്ടിക്കുന്നു. അതുകൂടാതെ എന്താണ് സർഗാത്മകതയുടെ പുതിയ മേഖലകളിൽ വ്യാപരിക്കാൻ വളരെ കാര്യക്ഷമവും പക്വവുമായിട്ടുള്ള രീതിയിൽ തൊഴിൽ ചെയ്യുക എന്നിവയൊക്കെ ഈ ഘട്ടത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ
ഒരു ഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇതിന് നെഗറ്റീവായിട്ടുള്ള ആളോ ഇതിനൊന്നും സാധ്യമായിട്ടുണ്ടാവില്ല. അതായത് ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി അല്ലെങ്കിൽ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി റൺ ചെയ്യുന്ന ആളായിരിക്കില്ല തൻ്റെ കുട്ടികളെ അല്ലെങ്കിൽ കുട്ടികളായാൽ കൂടിയും കുട്ടികളെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ വേണ്ടത്ത കാര്യങ്ങൾ നോക്കാനോ ഇതൊന്നും ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. ആ ആൾക്ക് എന്താണ് ഒരു മുരടിപ്പായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ, അതായത് വാർദ്ധക്യം, 60 വയസ്സിന് ശേഷമുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ എന്തായിരിക്കാം? എല്ലാ കാര്യങ്ങളും എന്താ പോസിറ്റീവ് ഷെയ്ഡുള്ള ആൾ, അതായത് മനസ്സന്തുലനം, ഈഗോ ഇൻറ്റഗ്രിറ്റി. അതായത് ഈ കുട്ടിക്കാലത്ത് മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുകയും ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയും സ്വബോധം, ഐഡൻറ്റിറ്റി ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും അതുകൂടാതെ ആഴത്തിലുള്ള അടുപ്പം, സ്നേഹം ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരാൾ ഒരു അർത്ഥപൂർണമായിട്ടുള്ള ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റേജിലേക്ക് അവിടെ എത്തിച്ചേരും. ആ ആൾ എല്ലാവരോടും നല്ല ആത്മബന്ധത്തിലായിരിക്കും. അതുകൂടാതെ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ കൊണ്ടാകും വിധം സംഭാവനകൾ അദ്ദേഹം അല്ലെങ്കിൽ ആൾ നൽകിയിട്ടുണ്ടാകും അല്ലേ. കുട്ടികളെ നല്ല രീതിയിൽ വളർത്തി അവരുടെ വിദ്യാഭ്യാസം കാര്യങ്ങൾ അവർ വിവാഹം ചെയ്തു, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പുതുതലമുറയെ വാർത്തെടുത്ത് ഒരു സാഫല്യം നേടി. ഞാൻ ഇതൊക്കെ ചെയ്തു അല്ലേ, എൻ്റെ വീട്ടിലല്ലേ, എൻ്റെ കുടുംബത്തിൽ ഞാൻ ഇതൊക്കെ ചെയ്തു. അപ്പം നമ്മുടെ വീട്ടിലിരിക്കുന്ന അപ്പൂപ്പന്മാരുടെ അമ്മമാരുടെ ചോദിച്ചാൽ അറിയാം അപ്പൂപ്പന്മാരെന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ അവർ വളരെ പോസിറ്റീവായിട്ട് പറയും. ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എൻ്റെ മക്കളെ പഠിപ്പിച്ചു, വിദ്യാഭ്യാസം നേടി, അവർക്ക് ജോലിയൊക്കെ ആയി, വീട് വെച്ചു, കുടുംബം നോക്കി എന്നൊക്കെ ഭയങ്കര അഭിമാനത്തോടുകൂടി പറയുന്നതാണ് അല്ലേ. അപ്പോൾ അതാണ് എന്ത് ഇൻറ്റഗ്രിറ്റി, ഈഗോ ഇൻറ്റഗ്രിറ്റി, മനസ്സന്തുലനം. എന്നാൽ ചില ആളുകളുണ്ടാവും എന്തായിരിക്കാം, അവർ ചിലപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഏതായിരിക്കും, ഒരു തളർച്ചയായിരിക്കും. അവരിങ്ങനെ ലാസ്റ്റ് ഇരുന്ന് ഇങ്ങനെ കസേരമേലിരുന്ന് ഫ്രണ്ടിൽ വീട്ടിലെ കസേരമിരുന്ന് ഇങ്ങനെ ആലോചിക്കും, ഞാൻ എന്താ ചെയ്തത്, എനിക്കൊരു കുടുംബം ഉണ്ടാക്കാൻ പറ്റിയില്ല, ഇനി കുടുംബം ഉണ്ടായ എങ്ങനെയെങ്കിലൊക്കെ കഷ്ടപ്പെട്ട് അച്ഛനോ അമ്മയോ കഷ്ടപ്പെട്ട് ഉന്തിത്തള്ളിയല്ലേ കല്യാണം കഴിച്ചാൽ പോലും ആ കുട്ടികളെ മര്യാദയ്ക്ക് നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, നല്ലൊരു ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല അല്ലേ. അപ്പോൾ ആൾ ലാസ്റ്റ് ഒരു 60 വയസ്സ് കഴിയുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഞാൻ വെറുതെ ഇങ്ങനെ ഈ ലോകത്ത് നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൂടാതെ ഒരു അർത്ഥപൂർണമായിട്ടുള്ളൊരു ജീവിതം എനിക്കുണ്ടായില്ല എന്നൊക്കെ ആൾ അവിടെ ചിന്തിക്കും അല്ലേ. അതായത് ആ വ്യക്തി എന്ന് പറയുന്നത് ഒരു തളർച്ചയുള്ള അല്ലെങ്കിൽ ഒരു ഡെസ്പയർ ആയിട്ടുള്ള ഒരു സ്റ്റേജിലായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് എറിക്സന്റെ. ഇനി ഇത് നമുക്ക് എങ്ങനെ ഇതിനകത്ത് അതിൻ്റെ വിർച്യുണ്ട് ഓർത്ത് വയ്ക്കുക. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഇത് നമുക്ക് 1.5 ഇയർ എന്ന് ഓർക്കാം കേട്ടോ. ഇനി ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഹോപ്പ്, ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുമ്പോൾ വില്ല്, ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽഡ് എന്ന് പറയുമ്പോൾ പർപ്പസ്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂരിറ്റി, കോമ്പിറ്റൻസ്, ഐഡൻറ്റിറ്റി വേഴ്സസ് കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഫിഡലിറ്റി, ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ ലവ്, ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ കെയർ. ഇനി ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ വിസ്ഡം. ഇത് കറക്റ്റായിട്ട് പഠിക്കണം, അതിൻ്റെ വിർച്യു എന്തൊക്കെയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി ഇത് പഠിക്കാനായിട്ടുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് ഒരു കഥ ഇവിടെ ഓർത്താൽ മതി. പലർക്കും ഈ സ്റ്റേജസുകൾ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഓട്ടോണമി വേഴ്സസ് ഷെയിം, ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് ഇതൊക്കെ പഠിക്കാനായിട്ട് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം ചിലപ്പോൾ 2 പഠിച്ച് 3ാമത്തെ മറന്നു അല്ലെങ്കിൽ 4ാമത്തെ മറന്നു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കഥയെ ഓർക്കാം. അതായത് 2 കുട്ടികളെ ഓർത്ത് വെച്ചാൽ മതി, വളരെ വിശ്വസ്തരായിട്ടുള്ള. അപ്പം ഞാനീ പറയുമ്പോൾ സ്ട്രെസ് ചെയ്ത് പറയുന്ന വേർഡുകളൊന്നും ഓർത്ത് വയ്ക്കാം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമുക്ക് പറയാം. അതായത് വളരെ ട്രസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിശ്വാസമുള്ള 2 കുട്ടികൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറി അല്ലേ. ഏതാണ് ഓട്ടോറിക്ഷയിൽ അല്ലേ? ഓട്ടോറിക്ഷയിൽ കയറി ഒരു സ്ഥാപനത്തിൻ്റെ അകത്തേക്ക് കയറി അല്ലേ. അകത്തേക്ക് കയറി. അതെന്തായിരുന്നു? ഒരു ഇൻഡസ്ട്രി ആയിരുന്നു അല്ലേ. ഇൻഡസ്ട്രി ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ എന്ത് ചോദിച്ചു? ഐഡൻറ്റിറ്റി കാർഡ് ചോദിച്ചു അല്ലേ. അപ്പോൾ ഐഡൻറ്റിറ്റി കാർഡ് ഇവർ കൊടുത്തു. 2 പേരും ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു? അവർ 2 പേരും വളരെ കൂട്ടാണ്, വളരെ ഇൻറ്റിമസിയാണ്. ഇൻറ്റിമസിയോട് കൂടി വളരെ സൃഷ്ടിപരമായി ഈഗോ ഇല്ലാതെ അവിടെ ജോലി ചെയ്തു അല്ലേ. ഇങ്ങനെ ഓർത്താൽ മതി. അപ്പം എന്താ അവിടെ പറഞ്ഞത്? ഒരു കഥയാണേ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതായത് വളരെ ട്രസ്റ്റുള്ള, അതായത് വിശ്വാസമുള്ള അല്ലേ, വളരെ വിശ്വാസമുള്ള 2 കുട്ടികൾ എന്ത് ചെയ്തു? ഒരു ഓട്ടോറിക്ഷയിൽ കയറി
ഒരു സ്ഥാപനത്തിന്റെ അകത്തേക്ക് കയറി, അല്ലേ, അകത്തേക്ക് കയറി. അതെന്തായിരുന്നു? ഒരു ഇൻഡസ്ട്രി ആയിരുന്നു, ഒരു വ്യവസായ സ്ഥാപനമായിരുന്നു. അവിടെ ചെന്നപ്പോൾ എന്ത് ചോദിച്ചു? ഐഡന്റിറ്റി കാർഡ് ചോദിച്ച് അവരവിടെ ചെന്നു, ജോലി ചെയ്തു. വളരെ ഇൻറ്റിമസിയോട് കൂടിയാണ് അവരവിടെ ജോലി ചെയ്തു. വളരെ ജനറേറ്റിവിറ്റി ആയിട്ട് ഉൽപാദനക്ഷമമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ അവർ ചെയ്തു. അവരവിടെ വേറെ യാതൊരു ഈഗോയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അവർ നല്ല രീതിയിൽ എന്ത് ചെയ്തു? വർക്ക് ചെയ്തു എന്നോർത്താ വെച്ചാൽ മതി. ഇതൊരു കഥയായിട്ട് ഇങ്ങനെ ഓർത്താൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഹോപ്പ്, വില്ല്, പർപ്പസ്, കോമ്പിറ്റൻസ്, ഫിഡലിറ്റി, ലവ്, കെയർ, വിസ്ഡം. ഇത് കറക്റ്റായിട്ട് ഇവിടെ പഠിച്ചു പോകണം. ഹോപ്പും വില്ലും ഇത് രണ്ടും പഠിക്കുക. അതുകൂടാതെ പർപ്പസ്, കോമ്പിറ്റൻസ്, ഫിഡലിറ്റി, ലവ്, കെയർ, വിസ്ഡം രണ്ടെണ്ണം വെച്ച് പഠിക്കാം. ഹോപ്പും വില്ലൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പറയാം, അല്ലേ? ഹോപ്പ്, വില്ല്, പർപ്പസ്, കോമ്പിറ്റൻസ്, ഫിഡലിറ്റി, ലവ്, കെയർ, വിസ്ഡം. ഇനി ഓരോന്നിൻ്റെ ഡിസ്ക്രിപ്ഷൻസും കറക്റ്റായിട്ട് നമ്മൾ മുന്നേ പറഞ്ഞതാണ്, പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ. നോക്കിക്കേ, എറിക് എറിക്സന്റെ അഭിപ്രായത്തിൽ കുട്ടി അനുഭവിക്കുന്ന ആദ്യത്തെ മനോസാമൂഹിക പ്രതിസന്ധി ഏത്? നമുക്ക് ഈസി ആയിട്ട് പറയാം, വിശ്വാസം വേഴ്സസ് അവിശ്വാസം, അല്ലേ? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളാം, എറിക് എറിക്സന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി പ്രായോഗികതയുടെയും വിമർശനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ശരിയും തെറ്റും തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും അവിടെ? മുൻകൈ എടുക്കൽ വേഴ്സസ് കുറ്റബോധം. ഇനി എറിക് എറിക്സന്റെ സിദ്ധാന്തം അനുസരിച്ച് കൗമാര കാലഘട്ടത്തിലെ പ്രധാന പ്രതിസന്ധി അതേതാണ്? ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. അപ്പോൾ ഇത്രയും അല്ല ക്വസ്റ്റ്യൻസ്, ഒത്തിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് സ്ഥിരം നമുക്ക് ഇപ്പോൾ K1-ലായാലും K2-ലായാലും K4-ലായാലും സ്ഥിരം കണ്ടുവരുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് കേട്ടിട്ട് ഇവിടെ ഒരു 30 ഡേ കിട്ടും, അല്ലേ, നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് 30 ദിവസം ഒരു തീവ്ര പരിശീലനത്തിലൂടെ നമുക്ക് കോഡൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ വളരെ പഠിക്കാനായിട്ടുള്ള എളുപ്പവിദ്യ ഉപയോഗിച്ച് നമുക്ക് ഇനി പഠിക്കേണ്ടത് അങ്ങനെയാണ്, അല്ലേ? അപ്പോൾ നമുക്ക് വളരെ കറക്റ്റായിട്ട് സിലബസ് ബേസ് ചെയ്ത് ടൈം ടേബിൾ ബേസ് ചെയ്ത് നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ 1ഉം 2ഉം 3 കേട്ടിട്ട് 1ഉം 2ഉം 3ക്കും ഇവിടെ ഒരു 30 ഡേയ്സിൻ്റെ ഒരു ക്രാഷ് ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് റെക്കോർഡിംഗ് ക്ലാസ്സുകൾ, സിലബസ് അനുസരിച്ചുള്ള റെക്കോർഡിംഗ് ക്ലാസ്സുകൾ വിത്ത് PDF നോട്ട്സ്, അത് കൂടാതെ നമുക്ക് ഒരു മെൻറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ആ ഒരു കോഴ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളുണ്ട്, നിങ്ങൾക്ക് എക്സാംസ് ചെയ്ത് നോക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, വീക്ക്ലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ട്. എല്ലാം, അതായത് ഇപ്പോൾ സൈക്കോളജി ആയാലും ഇംഗ്ലീഷ് ആയാലും മെയിൻ സബ്ജക്റ്റ് ആയാലും എല്ലാത്തിനും മലയാളത്തിലൊക്കെ ആയാലും നമുക്ക് ഇവിടെ കറക്റ്റായിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ പോകുന്നുണ്ട്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ടൈമിലാണ് ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യുക, മറന്നു പോകരുത്. ഇനി നമുക്ക് ഒരു 30 ഡേയ്സ്, അല്ലേ, മാക്സിമം ഒന്ന് ആലോചിച്ച് നോക്കുക. 30 ഡേയ്സ് ഉള്ളൂ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക 8589083568. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.